ഗായ്സ്, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെരുന്നാളൊക്കെ ഇരുന്നല്ലോ. ഈദ് ഗ്ലോപ്പ് നമുക്ക് മാത്രം പോരല്ലോ. ഈദിന് ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള കിച്ചണിന് ഒരു ഗ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നെസ്റ്റേഷ്യയിൽ നിന്ന് കുറച്ചധികം ഐറ്റംസ് തന്നെ വന്നിട്ടുണ്ട്. ഈ ബോക്സസിന്റെ ഉള്ളിലുള്ള ഓരോ ഐറ്റംസും അടിപൊളി എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളിയാണ്. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബാസ്ക്കറ്റിൽ തുടങ്ങാം. ഇതൊരു ഹാൻഡ് വോവൺ ബാസ്ക്കറ്റ് ആണ്. നാച്ചുറൽ കൗനാഗ്രാസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നെങ്കിൽ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡെക്കോർ പീസ് ആയിട്ടും ഇത് യൂസ് ആക്കാം. എക്കോ ഫ്രണ്ട്ലി ആണ്, ഡ്യൂറബിളും ആണ്. ഇനി അടുത്തത് നമ്മൾ ഈ ചൈനീസ് ഡ്രാമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കുക്കിംഗ് പോട്ടാണ്. ഈ സൂപ്പ്, നൂഡിൽസ്, സ്റ്റ്യൂ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇതിൽ പ്രിപ്പയർ ആക്കാം. ഇത് ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സെറാമിക് പോട്ടാണ്. ഹീറ്റ് റീറ്റെയിനിങ് ഡിസൈനിങ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. കുക്കിങ്ങിന് വേണ്ടി മാത്രമല്ല, ഒരു സെർവിംഗ് പോട്ടായിട്ടും ഇത് യൂസ് ആക്കാം. ഇനി അടുത്തത് വീണ്ടും ഒരു കുക്കിംഗ് പോട്ടാണ്. ഇത് സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത് ആൻഡ് ഗ്ലാസിന്റെ ആണ്. ഹീറ്റ് റെസിസ്റ്റന്റ് ഗ്ലാസ് ആണ് ഇതിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇതും അതെ ഈ സൂപ്പ്, നൂഡിൽസ്, സ്റ്റ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ്ഫുൾ ആയിരിക്കും. ഇത് ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ എന്താ നടക്കണേന്ന് നമുക്ക് സുഖമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് 2.2 ലിറ്റർ കപ്പാസിറ്റി ഒക്കെ വരുന്നുണ്ട് ട്ടാ. ഇനി അടുത്തത് ഒരു സെറാമിക് സെർവിംഗ് ബൗൾ ആണ്. അതിന്റെ കൂടെ ഒരു ഗ്ലാസ് ലിഡ് കൂടി വരുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഗ്രീൻ കളറാണ് എടുത്തത്. ഇതിന്റെ യെല്ലോ ഓൾറെഡി ഉണ്ട്. ഈ ചൂടുള്ള ഐറ്റംസ് ഒക്കെ സെർവ് ചെയ്യാൻ ഇത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ ഇത് അടിപൊളിയാണ്. പിന്നെ ഇതിന് 950 ml ആണ് കേട്ടോ കപ്പാസിറ്റി വരുന്നത്. ഇനി അടുത്തത് സ്റ്റാക്കബിൾ ഫുഡ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ആണ്. ഇതിൽ ടോട്ടൽ 7 കണ്ടെയ്നേഴ്സ് ആണ് വരുന്നത്. ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണ്. അതിന്റെ ലിഡ് സിലിക്കോൺ ആണ്. അതുകൊണ്ട് തന്നെ ലിഡ്സ് നല്ല എയർ ടൈറ്റ് ആണ്. ഇതിന്റെ ഗ്രൂവ്ഡ് ആയിട്ടുള്ള ബേസ് ഫുഡ് ഒരുപാട് നാളത്തേക്ക് ഫ്രഷ് ആക്കി വെക്കും. ഇതിനിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് ലാഭിക്കാം. ഇനിയിപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കണമെങ്കിൽ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വൃത്തിക്കിരുന്നോളും. ഞാൻ കാണിച്ചുതരാം ഇതെങ്ങനെയാണ് സ്റ്റാക്ക് ചെയ്യേണ്ടത് എന്ന്. ഇനിയിപ്പോൾ ദാ വിഷു, ഈസ്റ്റർ ഒക്കെയാണ് വരാൻ പോണത്. അതിന്റെ ആഘോഷമൊക്കെ കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസ് ബാക്കി ഉണ്ടാവും. അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഇങ്ങനെ റേറ്റ് ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി അടുത്തത് വീണ്ടും ഒരു സെർവിംഗ് ബൗൾ ആണ്. ഇപ്രാവശ്യം ഞാൻ കുറേ സെർവിംഗ് ബൗൾ വാങ്ങിയിട്ടുണ്ട്. ഈ സെർവിംഗ് ബൗളും സെറാമിക് തന്നെയാണ്. ഇതിനൊരു പെബിൾ ടെക്സ്ചർ ആണ് ഉള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു ഗ്ലാസ് ലിഡ് കൂടി വന്നിട്ടുണ്ട്. ഭയങ്കര യുണീക്ക് ആയിട്ടില്ലേ ഇത് കാണാൻ തന്നെ. ഇതിലും അതേ നമുക്ക് ഹോട്ട് ആയിട്ടുള്ള ഡിഷസ് ഒക്കെ സെർവ് ആക്കാം. ഈ ഒരു ലിഡ് വരുന്നതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കവേർഡ് ആയിട്ട് ഇരുന്നോളും. ഈ ഒരു സെർവിംഗ് ബോളിന്റെ ലുക്കും പിന്നെ അതിന്റെ വെറൈറ്റി കളേഴ്സും കണ്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി മേടിക്കാതിരിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഞാൻ ആ സെയിം സെർവിംഗ് ബോൾ തന്നെ ഒരു കളർ ചേഞ്ചും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇത് ഒരു ഓഫ് വൈറ്റ് കളറാണ്. ഡിഷസ് ഒക്കെ സെർവ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ടേബിളിൽ വെക്കുകയാണെങ്കിൽ ആ ടേബിളിന്റെ ലുക്ക് തന്നെ മൊത്തത്തിൽ മാറും. ഇനി അടുത്തത് വീണ്ടും ഒരു സെർവിംഗ് ബൗൾ ആണ്. ഇതിന്റെ യെല്ലോ കളറുള്ളത് ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേ ഞാൻ ഈ ഒരു പിങ്കിനെ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നല്ല 2 ബൗൾസ് വരുന്ന ഒരു സെറ്റാണ്. ഇതും അതേ സെറാമിക് ബൗളാണ്. 800 ml കപ്പാസിറ്റി വരുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു ടെക്സ്ചർ ഡിസൈൻ ഉണ്ടല്ലോ, അത് കണ്ട് ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇതിന് ഈ 2 സൈഡിലും ഹാൻഡിൽ കൊടുത്തിട്ടുള്ള കാരണം ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. സ്നാക്സും സൂപ്സും ഒക്കെ സെർവ് ചെയ്യാൻ ഇത് നല്ലതായിരിക്കും. ഇനി അടുത്തത് നെസ്റ്റേഷ്യയുടെ പുതിയ ലോഞ്ച് ആയിട്ടുള്ള ഇൻസുലേറ്റഡ് ടംബ്ലർ ആണ്. ഇതിന് ഡബിൾ വാൾ ഇൻസുലേഷൻ ആണുള്ളത്. അതുകൊണ്ട് ഡ്രിങ്ക്സ് ഒക്കെ ഹോട്ട് ആക്കിയിട്ടും കോൾഡ് ആക്കിയിട്ടും വെക്കും. ക്യാരി ചെയ്യാൻ എളുപ്പത്തിന് ഇതുപോലെ ഒരു ഹാൻഡിൽ കൂടി വരുന്നുണ്ട്. ഇനി ഇതിന്റെ ലിഡിൽ സിപ്പ് ആൻഡ് സ്വിക്ക് ഫീച്ചർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രിങ്ക്സ് ഒക്കെ ഈസിലി കുടിക്കാം. ഇനി ഇതിന്റെ കപ്പാസിറ്റി പറഞ്ഞില്ലല്ലോ, 1200 ml കപ്പാസിറ്റി വരുന്നുണ്ട്. പൈപ്പ് ക്ലീനറും സ്ട്രോ ഒക്കെ ഇതിന്റെ കൂടെ തന്നെ ഇട്ടാ വെള്ളമൊന്നും കുടിക്കാത്ത ഇന്നെപ്പോലുള്ള മടിയന്മാർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തത് ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഗ്ലാസ് സെറ്റ് ആണ്. അബ്രോഡ് ചാനൽസിലൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ ഗ്ലാസസ് കണ്ടിട്ടുള്ളൂ. ബബിൾ ക്ലൗഡ് ഗ്ലാസ് എന്നാണ് ഇതിന്റെ പേര്. ഇതിൽ ടോട്ടൽ 2 എണ്ണമാണ് വരുന്നത്. 400 ml കപ്പാസിറ്റി കൂടി ഉണ്ട്. ഈ ഐസ്ഡ് കോഫി അല്ലെങ്കിൽ ബബിൾ ടീ ഒക്കെ പോട്ടെ, വെള്ളം കുടിക്കാനും നല്ല സ്റ്റൈലിഷ് ആയിരിക്കും. ഇനി അടുത്ത ഈ ഒരു വലിയ ബോക്സിലുള്ളത് ഒരു ഡ്രിങ്ക് ഡിസ്പെൻസർ ആണ്. ഒരുപാട് നാളായിട്ട് ഉമ്മ മേടിക്കണം എന്ന് പറയുന്ന ഒരു ഐറ്റം ആണിത്. ഇതിന്റെ കൂടെ ഒരു വുഡൻ ലിഡ് വരുന്നുണ്ട്. ഈ ലിഡ് എയർ ടൈറ്റ് ആണ് കേട്ടോ. പിന്നെ ഇതാ 3.6 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു വലിയ ഗ്ലാസ് ഡിസ്പെൻസർ വരുന്നുണ്ട്. പിന്നെ ഇതിനെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡും കൂടി വരുന്നുണ്ട്. ഈ ഗ്ലാസ് ഡിസ്പെൻസറിന്റെ കൂടെ തന്നെ ഒരു വാട്ടർ ടാപ്പും കൂടി വരുന്നുണ്ട്. അതും നല്ല എലഗന്റ് ലുക്കിലുള്ള വാട്ടർ ടാപ്പ്. ഇത് നമുക്ക് തന്നെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂട്ടാ. ഇനി ഇതിന്റെ സ്റ്റാൻഡ് വുഡനാണ്, നല്ല സ്റ്റേഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ 3 സ്ക്രൂ വരുന്നുണ്ട്. അത് 3 കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റേഡി ആയിട്ട് നിൽക്കുന്നത്. ഈ സ്റ്റാൻഡിന് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ടേപ്പിന്റെ ഇടയിൽ ഡ്രിങ്കിങ് ഗ്ലാസ് നമുക്ക് ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാം. ഇതിൽ നമുക്ക് വാട്ടർ മാത്രമല്ല ജ്യൂസസും ഒക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കൂടുതൽ യൂസ്ഫുൾ ആവും എനിക്ക് തോന്നുന്നു വീട്ടിൽ എന്തെങ്കിലും പാർട്ടീസോ അല്ലെങ്കിൽ ഗെറ്റ് ടുഗെദറോ ഒക്കെ ഉള്ളപ്പോഴായിരിക്കും. കിച്ചന്റെ കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കാൻ ഇത് ബെസ്റ്റ് ആണ്. ഇനി അടുത്തത് വീണ്ടും ഒരു സെറാമിക്കിന്റെ കുക്കിംഗ് പോട്ടാണ്. ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ അത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. എസ്പെഷ്യലി ഇതിന്റെ ഈ ഒരു ഡിസൈൻ കുക്കിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹീറ്റ് റീറ്റെയിനിങ് സെറാമിക് ആണ് ഇതിലുള്ളത്. ആൻഡ് അത്യാവശ്യം നല്ല കപ്പാസിറ്റി വരുന്നുണ്ട് കേട്ടോ. അതിന് 2 സൈഡും ഹാൻഡിൽസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതിലും നമുക്ക് സൂപ്പ്, നൂഡിൽസ്, കറീസ് അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം. കുക്കിങ്ങിന് വേണ്ടി മാത്രമല്ല സെർവിംഗ് പോട്ടായിട്ടും ഇതിനെ നമുക്ക് യൂസ് ആക്കാം.
ഇനി അടുത്തതും ഒരുപാട് വീഡിയോസിൽ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒന്നാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ജഗ്ഗാണ് ഇത്. അതും ഹീറ്റ് റെസിസ്റ്റന്റ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ് കേട്ടോ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഡയമണ്ട് ടെക്സ്ചർ ഡിസൈൻ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു എലഗന്റ് ആൻഡ് യൂണീക് ലുക്ക് ഇതിനുണ്ട്. ടീ, കോഫി, ജ്യൂസസ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇതിൽ സെർവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതിന് 900 ml ആണ് കപ്പാസിറ്റി വരുന്നത്. ഇനി അടുത്തത് ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ബാംബൂ സെർവിങ് പ്ലാറ്റർ ആണ്. നാച്ചുറൽ ബാംബു ആണ് ഇതിന് യൂസ് ആക്കിയിട്ടുള്ളത്. ഈസി ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഹാൻഡിൽ കൂടി ഇതിനുണ്ട് കേട്ടോ. പിന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, എക്കോ ഫ്രണ്ട്ലിയും ആണ്. 12 inches ആണ് ഇതിന്റെ മെഷർമെന്റ് വരുന്നത്. സ്നാക്സും ഫ്രൈസും ഒക്കെ സെർവ് ചെയ്യാൻ ഇത് സ്യൂട്ടബിൾ ആയിരിക്കും. ഇനി അടുത്തത് ഒരു സെറാമിക് സ്നാക്ക് ബൗൾ ആണ്. അതിന്റെ കൂടെ ഒരു കുഞ്ഞ് ഹാൻഡിൽ കൂടി വരുന്നുണ്ട്. ഇതിന്റെ പ്ലെയിൻ വൈറ്റ് ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വീണ്ടും ഇത് വാങ്ങിയത്. സ്നാക്സ്, സൂപ്പ്, നൂഡിൽസ് ഒക്കെ സെർവ് ചെയ്യാൻ ഇത് അടിപൊളിയായിരിക്കും. ഈ ഹാൻഡിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ഈസി ഗ്രിപ്പ് കിട്ടും. ആൻഡ് ഇതിന് നല്ലൊരു ഗ്ലേസ്ഡ് ഫിനിഷിംഗ് ആണ് വരുന്നത്. പിന്നെ ഇത് മൈക്രോവേവ് സേഫും കൂടിയാണ് കേട്ടോ. ഇനി അടുത്ത ബോക്സിലുള്ളത് 6 pieces വരുന്ന കോഫി മഗ്ഗാണ്. സെറാമിക് മഗ് സെറ്റ് ആണ്. ടീ, കോഫിയൊക്കെ കുടിക്കാൻ പെർഫെക്റ്റ് ആയിരിക്കും. 300 ml ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. ഡ്യൂറബിൾ ആണ്, ഈസി ടു ക്ലീൻ ആണ്. ഇതിന്റെ വേറെയും കളർ ചേഞ്ചസ് നെസ്റ്റേഷ്യയുടെ സൈറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു പിസ്ത ഗ്രീൻ കളറുള്ളതാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പെട്ടിയിൽ എന്താണെന്ന് കാണിച്ചു തരാം. 6 pieces വരുന്ന സെറാമിക് ഡിന്നർ പ്ലേറ്റ്സ് ആണ് ഈ ഒരു പെട്ടിൻ്റെ ഉള്ളിലുള്ളത്. ഈ ഒരു സേജ് ഗ്രീൻ കളറാണ് ഞാൻ സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു എലഗന്റ് ലുക്കിൽ ഇതിന്. ഡ്യൂറബിൾ ആണ്, ഈസി ടു ക്ലീൻ ആണ്. 10 inch ആണ് ഇതിന്റെ മെഷർമെന്റ് വരുന്നത്. ഡെയിലി യൂസിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേറ്റ്സ് ആണ് ഇത്. 1, 2, 3 ഒരു ഫാമിലിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് 6 പ്ലേറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഇന്റുമ്മാൻ്റെ സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഇത് വിരുന്നേർക്കുള്ള പാത്രമാവാനാണ് ചാൻസ്. എനിവേസ് ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് നെസ്റ്റേഷ്യന്ന് ഇപ്രാവശ്യം സെൻഡാക്കി തന്നിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് ആൻഡ് വെറൈറ്റീസ് ഓഫ് ഹോം ഡെക്കോസും കിച്ചൺ യൂട്ടൻസിൽസും എല്ലാം നെസ്റ്റേഷ്യന്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. നെസ്റ്റേഷ്യന്റെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഇങ്ങൾക്കും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ മേടിക്കണം എന്നുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടാ. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗൈസ്. ഇനി വേറൊരു വീഡിയോ പെട്ടെന്ന് തന്നെ വരാം.